പ്രണയമായി അറിയാതെ എന്നോ നീ എന്റെ ജീവന്റെ നിഴലാ. ആലോചിച്ചിരിക്കേണ്ട സ്ഥലം എത്തി. പിന്നെ നിനക്കിവിടെ സിം ഒന്നുമില്ലല്ലോ, തൽക്കാലം നീ എന്റെ സിം എടുത്തു. ഇതിൽ അത്യാവശ്യം എല്ലാവരെയും നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലച്ചു ഒന്ന് ചിരിച്ചിട്ട് പോടി. ആകെ മാറിപ്പോയാലും ചേച്ചിക്ക് ഒരു മാറ്റില്ല, പഴയ പോലെ തന്നെയാണ്. അല്ല കല്യാണ ചക്കരം പെണ്ണോടെ വാ അടുത്തുണ്ട്. എന്റെ പയ്യ കല്യാണം ഇത് നാളെ, അല്ലാതെ 2 ആഴ്ച കഴിഞ്ഞല്ലോ. ഒന്ന് സ്പീഡാക്കിക്ക. പഠിക്കാൻ വിട്ടപ്പോൾ മര്യാദക്ക് പഠിക്കണായിരുന്നു അല്ലേടാ? ലച്ചു നിനക്ക് സുഖമില്ലേ? പിന്നെ ടേബിളൊക്കെ എല്ലാരും എവിടെ? ഒന്നിനും കാണാനില്ലല്ലോ. എല്ലാരും അകത്തുണ്ട്. നീ വാ. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അതെന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട്, നീ വാ. അമ്മു, ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാ ഗസ്റ്റ്? പേര് പറഞ്ഞാ നിനക്ക് അറിയും. എന്തോ വൈകാന്ന് തോന്നുന്നു. എന്തുവാണ്? ലച്ചു. ശ്രീയുടെ നോക്കിക്കേ ലച്ചു. ഇപ്പോഴേലും വന്നല്ലോ. നിനക്ക് നല്ല അടിയുടെ കുറവായിരുന്നു. അത് വീട് ശ്രീയേട്ടാ, അതൊക്കെ പഴയ കാര്യല്ലേ, അതൊന്നും ഇനിയിപ്പോ പറയണ്ട. എന്താ ഫ്രണ്ട്സ് സംസാരിച്ചിരിക്കേ, ഞാൻ പോയി ബൈക്ക് പരിപാടി നോക്കട്ടെ. അച്ചു വാ. അല്ല ഇതിന് വേണ്ടി എന്താണ് കെട്ടിക്കാൻ പോകുന്നത്? ഇതിന്റെ കൂടെ ഞങ്ങള് നടത്താൻ വിചാരിച്ചതാ, പക്ഷേ ശ്രീയേട്ട സമ്മതിച്ചില്ല. അതുകൊണ്ട് ഏട്ടൻ നിർത്തുന്നല്ലോ. അയാൾ കെട്ടാതെ ഇയാൾ കെട്ടത്തില്ലല്ലോ. എന്റെ പെങ്ങളെ നിന്ന് പോന്നു തോന്നുന്നു. അല്ല ആളെവിടെ പോയി? അവ നീ കളറ് നോക്ക്. നീയോ? നീ എന്താ ഇവിടെ? നിങ്ങൾക്ക് മുന്നേ അറിയോ? ഞങ്ങളൊരു 1 hour മുന്നേ റോഡിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. റോഡിൽ വെച്ചോ? അതെ. അതെന്തായാലും കരക്കി. എന്തായാലും പരിചയക്കാരെ പരിചയം പുതുക്കി ഇവിടെ ഇരിക്കി. ഞങ്ങൾ പോട്ടെ. അമ്മ പിന്നെ ഇത് ഈ സാരി നീ എടുത്തു. ഇനിയിപ്പോ നാളത്തേക്ക് നീ വേറെ ഡ്രസ്സ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ ഇതെടുത്തോ. പിന്നെ സോറി, ഞാൻ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് ചൂടായി പോയതാ, മനഃപൂർവ്വം അല്ല. സാരില്ല, പോട്ടെ. അല്ല, കുറച്ച് ഫ്ലവേഴ്സ് പറഞ്ഞാൽ താനെന്തിനാ ചൂടായത്? അതെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി വാങ്ങിച്ചതാ, ഇന്നാളുടെ ഓർമ്മ ദിവസം. എബിനല്ലേ? അവനെ ഏത് ദിവസം അവർ രണ്ടുപേരും കറക്റ്റ് ആയിട്ട് പള്ളി പോലെയുള്ളതാ. ഇടയ്ക്കൊരു വട്ടം ഞാൻ പോയിരുന്നു, അങ്ങനെ എനിക്കറിയാം. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ല, എനിക്കിവിടെ അടുത്തുള്ള ഏതൊരു പള്ളിയോ അങ്ങനെ ഏതെങ്കിലും കാണിച്ചു തരുമോ? എന്തായാലും അവന്റെ ഓർമ്മ ദിവസമല്ലേ, ഒന്ന് പള്ളി പോയി പ്രാർത്ഥിച്ചേക്കാന്ന് വെച്ചു. നീ ഏട്ടനുണ്ടോ? അറിയില്ല. എന്തേ? അച്ചു ലച്ചുവിടെ നിന്റെ കൂടെ അല്ലേ ഉണ്ടായിരുന്നു? അപ്പൊ രണ്ടാളെയും കാണാനില്ല. ഏതൊന്ന് വിളിച്ചു നോക്കിക്ക. പറ. ഏട്ടൻ എവിടെയാ? ഞാൻ കുറച്ച് ലേറ്റ് ആവും എത്താൻ. ഒരു സ്ഥലം വരെ പോവാം. ലച്ചു കൂടെ ഉണ്ടോ? ഉണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്യാം. വെക്കോ കേട്ടോ. ഒരുമിച്ചോ? എങ്ങോട്ടാ, എവിടെ, അതൊക്കെ പറഞ്ഞില്ല. ഓ എന്റെ ദൈവമേ, എന്റെ ഏട്ടനൊന്നും വരത്തല്ലേ. അറിയാമേലാഞ്ഞിട്ട് ചോദിക്കാന്. എന്ത്? നിനക്കുള്ള പട്ടുണ്ടോ? ഞാൻ പോയിക്കൊണ്ടെന്ന് പറഞ്ഞു, കൂടെ ഇറങ്ങി പോകാൻ നിൽക്കും. പണിയില്ലാത്ത പോലെ. ഇവിടെയോ? ഞാൻ എന്നാ
മിണ്ടാതെ ഇതിനകത്തിരുന്നു. ഇനി അടുത്ത സ്റ്റോപ്പിൽ ഞാൻ നിന്നെ ഇറക്കിയുള്ളൂ. ഓ, മോനെ എന്ത്